ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി പല സ്ഥലങ്ങളിൽ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം പുറത്ത് കേടുകൂടാതൊക്കെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി ഞാനിവിടെ വലിയൊരു തേങ്ങയാണ് തിരുമ്മിയെടുത്തിരിക്കുന്നത്. ഇത് 3 കപ്പ് തേങ്ങ തിരുമ്മിയതുണ്ട്. അതുപോലെ നമ്മൾ തിരുമ്മിയെടുക്കുമ്പോൾ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും. അതുപോലെ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ എടുക്കുക. അപ്പോഴായിരിക്കും തേങ്ങ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു വലിയ കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടി കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇളക്കുമ്പോൾ പുറത്തൊന്നും തെറിച്ച് പോകാതെ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ തിരുമ്മിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ എരിക്ക് വേണ്ടി 8 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം എരിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ വറ്റൽമുളക് കൂടുതൽ ചേർത്താൽ മതിയാവും. ഈ ഇനത്തിലേക്ക് 3 കാശ്മീരി മുളക്, അതായത് പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പം കാശ്മീരി മുളക് ചേർത്തതിന് ശേഷം അതിൻ്റെ അകത്തിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴായിരിക്കും ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 5 ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇനത്തിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ വറുത്ത് പൊടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തിൽ എണ്ണയോ അയ്യർപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഉഴുന്ന് പൊടിച്ച് ചേർക്കുമ്പോൾ അതിലേക്ക് പിടിക്കും. നമ്മൾ പുറത്തൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ കേടൊന്നും കൂടാതെ ഇരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ ഏകദേശം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ സമയമെടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ തേങ്ങയിൽ ഈർപ്പമുള്ളപ്പോൾ കുറച്ച് നേരം ഇളക്കി അതിൻ്റെ ഈർപ്പമൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ തന്നെ. ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം തേങ്ങയിലെ ഈർപ്പമൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിട വരെ നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തീയൊക്കെ കറക്റ്റായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിട വരെ നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറുത്ത് എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒട്ടും ഈർപ്പവും ഇല്ലാതെ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് കാണും കുറച്ച് നേരം കൂടെ. അപ്പം കുറച്ചുകൂടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വരും. തീ ഓഫ് ചെയ്ത് കൊടുത്താലും കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിടക്കുന്നത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അല്പം കായപ്പൊടിയാണ്. 1-2 നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങ വറുത്തൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ച് വെക്കുമ്പോഴായിരിക്കും തേങ്ങ ചമ്മന്തിയൊക്കെ കേടുകൂടാതൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം തേങ്ങ ചമ്മന്തി പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വലിപ്പമുള്ളൊരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക. ഇപ്പോൾ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ചെടുക്കുക. വലുതാണെങ്കിൽ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എല്ലാം വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്ന പോലെ അരയ്ക്കല് കുറച്ച് നേരം നിർത്തി ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക. അപ്പോഴായിരിക്കും നല്ല പൊടി പോലെ നമുക്ക് ചമ്മന്തിപ്പൊടി കിട്ടുന്നത്. ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് സൈഡിലൊക്കെ പൊടിയാതിരിക്കുന്നതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തിലെ എണ്ണയൊക്കെ തെളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് അതങ്ങ് കനച്ചു പോവും. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായി പോവും. അതുകൊണ്ട് തന്നെ നിർത്തി 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചമ്മന്തി പൊടി പോലെ തന്നെ ഇരിക്കണം, ഒത്തിരി എണ്ണയൊന്നും ഇറങ്ങാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചമ്മന്തിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മൾ ചമ്മന്തി പൊടിച്ചെടുക്കുമ്പോൾ. നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ എണ്ണയൊന്നും തെളിഞ്ഞ് കുഴഞ്ഞു പോകാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നല്ല അടിപൊളി നാടൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിക്കാം. അപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്